ഹലോ ഗൈസ്, ഇന്നൊരു കിടുക്കൻ ലോങ് വോൾഫാണ് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഒരു വൺ ടൈപ്പ് അടിച്ചിട്ടാണ് തുടക്കം ഗൈസ്. ആദ്യം തന്നെ നമ്മൾ അടിച്ചിട്ടുണ്ട്, ഡെസേർട്ടായിട്ട് ഒരു ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റൗണ്ട് നമുക്ക് നോക്കാം. രണ്ടാമത്തെ റൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെസേർട്ടായിട്ട് വൺ ടൈപ്പ് അടിക്കാൻ തന്നെയാണ് നമ്മളെ തീരുമാനം ഗൈസ്. അപ്പോൾ നമ്മൾ വൺ ടൈപ്പ് അടിക്കാൻ നോക്കാം. നമ്മൾ നേരെ കണ്ടെയ്നറിൻ്റെ മേലെ കൂടെ ഒക്കെ കയറിയിട്ട് ഒരടി അടിക്കാൻ നോക്കി, പക്ഷേ ബോഡി ആയി കൊണ്ടു. ഞാൻ അപ്പോഴേക്കും ഇതിട്ടിട്ട് സിറ്റപ്പ് അടിച്ച് ഹെഡ് ഷോട്ട് അടിച്ച് സിറ്റപ്പ് ഹെഡ് ഷോട്ട്. പിന്നെ വെറുതെ ഞാൻ കമ്പിയാൻ വേണ്ടി വെറുതെ ഞാൻ എന്ത് ചെയ്ത് ഇമോട്ടൊക്കെ അടിച്ച്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് വലിയ കാര്യത്തിൽ പടക്കം കണ്ണൊക്കെ എടുത്ത് ചെന്ന് കഴിച്ച് നോക്കിക്കോ. ഞാൻ പടക്കം എടുത്തതും എനിക്ക് അടി കൊണ്ടത് എവിടെ നിന്നെന്ന് മനസ്സിലായില്ല. കണ്ടു നോക്കി നോക്ക് ഗൈസ്. പടക്കം വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ്. പടക്കം വെറുതെ അറിയാൻ വെച്ചിട്ട് എടുത്തതാണ്. പക്ഷേ പടക്കം വെച്ചുണ്ടായത് ആദ്യം ഒരു അടി അടിക്കാൻ നോക്കി, പക്ഷേ കൊണ്ടില്ല. പിന്നെ രണ്ടാമതൊരു ഒന്നും ഇങ്ങോട്ട് കയറി ഒരടി അടിക്കാൻ നോക്കി കൊണ്ടില്ല. പിന്നെ ഒരു അടി അടിച്ചു, പിന്നെ ഒരു ഗ്ലൂ ഇട്ടു. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്ത് റഷ് ചെയ്തതാ ടച്ചിട്ടുണ്ട് ബോഡി ഷോട്ട് അടിച്ച്. പക്ഷെ അവൻ്റെ പേരുണ്ട് ഗൈസ്, ജോൺ സീന. അപ്പം ഇനി ഇതാ അടുത്ത റൗണ്ടായിട്ടുണ്ട്. 2-1 ഇപ്പോൾ സ്കോറ്. ഇനി എന്ത് ഞാൻ എൻ്റെ HOD പോയിട്ട് എൻ്റെ ഇത് ക്യൂക്ക് വെപ്പേഴ്സ് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. അത് വലുതായി കിടക്കരുത്. അതായത് ഈ കളിക്ക് എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചെന്ന് ഒരടി കൊടുത്ത് ഞാൻ ഗ്ലൂ ഇട്ട് പിറ്റേ സൈഡിൽ കൂടെ ഇങ്ങനെ 390 ഡിഗ്രി ബ്രെയിൻ ഐക്യു ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ എൻ്റെ പാളിപ്പോയി. അവ അപ്പുറത്തെത്തിനായിരുന്നു. അവൻ ഒരു അടി അടിക്കാൻ നോക്കി, പക്ഷേ 20 എത്ര കൊണ്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനെ വന്ന് ഒരടി അടിച്ച് രണ്ടാമത്തെ അടിയിൽ അവനെ അടിച്ചിട്ട് അടി ഞാൻ വെറുതെ ഫ്ലാഗ് ഇമോട്ടൊക്കെ കണ്ടിട്ട് വെറുപ്പിച്ചെടുത്ത്. അപ്പോൾ ഇതാ അടുത്ത ഇതായിട്ടുണ്ട്. അടുത്ത ഇതിൽ ഞാൻ എന്താ പറയുക, അവൻ MP40 എടുത്ത് കഴിച്ചു. അപ്പോൾ പറ്റാത്തതാണ്. ഈ ലോങ് ഗോൾഫിലൊന്നും MP40 ഇഷ്ടമല്ല. MP40 എടുത്ത് എന്നിട്ട് ഞാൻ എന്ത് എനിക്കിപ്പോൾ എന്താ പറഞ്ഞിട്ടല്ല, ഞാൻ വെറുതെ ഇങ്ങനെ സിറ്റപ്പ് ഇങ്ങനെ നിന്നുകൊണ്ടേയിരുന്നു വെറുതെ. എനിക്ക് MP40 ഇഷ്ടമല്ല ഗൈസ് ഈ ലോങ് ഗോൾഫിൽ എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ തിരിച്ച് കളിക്ക് തന്നെ പോവാം. കളി എന്താ, ഞാൻ ഈ കണ്ടെയ്നറിൻ്റെ ബാക്കിൽ നിന്ന് ഒളിച്ചൊന്നൊരു ഗ്ലൂ ഇട്ട്. അപ്പോൾ എന്നെ അടിച്ചപ്പോൾ ഞാൻ ഗ്ലൂ ഇട്ട്. അത് കഴിഞ്ഞ് ഞാൻ സൈഡിൽ കൂടെ ചെന്നപ്പോൾ ഓനെ അവിടെ കാണാനില്ല. സിറ്റപ്പ് നൈസ് ചെയ്തിട്ട് അവനെ കാണാനില്ലെന്നേ നോക്കിയപ്പോൾ പിന്നെ ബാക്കിൽ നിന്ന് അടിച്ച് ഞാൻ നൈസിലൊരു മെഡിക്കേറ്റ് അടിച്ച്. ഞാൻ മെഡിക്കേറ്റ് അടിക്കുകയാണ്. അപ്പോൾ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഞാൻ കയറിയതും ഞാൻ ഇങ്ങനെ സിറ്റപ്പ് ഇട്ട് കയറിയതാ. എനിക്ക് പണി പാളി. ഓനിപ്പം എൻ്റെ അടുത്തേക്ക് വരും. കണ്ടോ, ഞാൻ ഫ്ലാഷ് എറിയാൻ നോക്കിയതാടാ. വലിയ കാര്യത്തിൽ. അപ്പോഴേക്കും ഓണ്ട് വന്ന് ഇന്നെ അടിച്ചിട്ട് ഞാൻ ഫ്ലാഷ് എറിയാൻ നോക്കിയതാ. അതിന് അടുത്ത റൗണ്ടായിട്ടുണ്ട്. ഇപ്പം 3-2 ഗൈസ്, സ്കോർ 3-2 അപ്പോൾ ഇതാ ഈ കളിയെങ്കിലും എനിക്ക് എടുക്കണമെന്ന് വെച്ച് ഞാൻ നിന്നതായിരുന്നു. ഞാൻ നേരെ ഡയറക്റ്റ് കയറി ചെന്ന് പോയി, ഫ്ലാഷൊക്കെ കൈ പിടിച്ചിട്ട്. ഫ്ലാഷ് എവിടെ പോയത്, അവ എവിടെ, ആകെ രണ്ടും കൂടി തകിടം മറിഞ്ഞു പോയി. പക്ഷെ അറിയാതെ ഞാൻ ഇരുന്നിട്ടൊക്കെ പോകണ്ടാ, അറിയാതിരുന്നു പോയതാ. ഞാൻ അങ്ങനെ കയറിയത് വെറുതെ കയറുക. എന്തായാലും ഈ കളി എടുക്കാറില്ല എനിക്കറിയാം. ആ തല അടിച്ച് പൊളിച്ചിട്ടുണ്ട് അറിയാതെ. മിസ്റ്റേക്ക്. ഇപ്പം 3-3 ഗൈസ്. ഇനി റൗണ്ട് വിട്ടെടുക്കരുത് എന്ന് തന്നെയാണ് ഞാൻ എന്ത് ചെയ്ത്. എൻ്റെ മെയിൻ സാധനം എടുത്ത് AW എടുത്ത് ഞാൻ എടുത്ത് ഇനി ഒരു റൗണ്ട് എടുക്കരുത് വെച്ചിട്ട് തന്നെ ഞാൻ കളിച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് AW എടുത്ത് ഇനി നമുക്ക് കളി നോക്കാം. ഞാൻ അങ്ങനെ കയറിയില്ല, താഴെ നിൽക്കണം. ഒരു 150 കൊടുത്ത് ഒരു 150 കൊടുത്തിട്ട് ഞാൻ റഷ് ചെയ്തൊന്നുമില്ല. അപ്പോൾ എനിക്കും കിട്ടിയൊരു 150. ഞാൻ എന്ത് ചെയ്ത് നൈസിൽ മെഡിക്കേറ്റ് അടിച്ചിട്ട് ഒരു ഫ്ലാഷ് ഫ്രീസ് എടുത്ത് എറിഞ്ഞ്. പക്ഷെ അവനെ കൊണ്ട് എത്ര 4-3 എത്ര ഡാമേജ് ഉണ്ട്. ഞാൻ വിചാരിച്ചപ്പോൾ ഇങ്ങോട്ട് വരുന്നു, പക്ഷെ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്താണോ ഇങ്ങോട്ട് വരുന്നത് ഞാൻ വിചാരിച്ചു, പക്ഷെ അങ്ങോട്ട് വന്നില്ല. ഞാൻ അങ്ങനെ അതിൻ്റെ മേലെ കയറി നോക്കിയപ്പോൾ ഉണ്ടാവും ആ സൈഡിൽ നിൽക്കണ്. അവൻ അങ്ങോട്ട് വരാതെ ഈ സൈഡ് കവർ പിടിച്ചിരിക്കരുത്. ഞാൻ എന്ത് ചെയ്ത് അങ്ങോട്ട് ചാടി 150 അടിക്കാൻ നോക്കി. ഒരു 150 കൊടുത്തു. നേരെ റഷ് ചെയ്ത് ഒരു അടിയും കൂടി കൊടുത്ത് അവനെ നോക്കിയിട്ട് ഇപ്പോൾ റൗണ്ട് 4-3 ഗൈസ്. 4-3. അടുത്ത റൗണ്ടിൽ ഞാനിങ്ങനെ അടിക്കാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഗൈസ് ഒന്നുകൂടിയും പറയാണ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. അപ്പോൾ നേരെ കളിയിലേക്ക് തന്നെ വരാം. അപ്പോൾ നിങ്ങളെ മാക്സിമം കമൻ്റൊക്കെ എടുക്കുക. ഒരു 150 കൊടുത്തിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ
ഒരു 150 കൊടുത്ത് ഞാൻ ഈ കണ്ടെയ്നറിൻ്റെ മേലെ കൂടെ കയറാനേ നോക്കിയാൽ അപ്പോഴേക്കും ഉണ്ടാവാൻ മറ്റേ ചുറ്റിനും ഗ്ലൂ ആയിട്ട് ഞാൻ ഈസിയിൽ എന്ത് ചെയ്ത് ഒരു ഫ്ലാഷ് ഫ്രീസറിൻ്റെ അടുത്ത് എറിഞ്ഞ്. ഞാൻ എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ കയറാൻ നോക്കി എനിക്കറിയാം എനിക്ക് എന്തായാലും നല്ല അടി കിട്ടും എനിക്കറിയാം. ഞാൻ കയറാഞ്ഞ് ഞാൻ വന്നപ്പോൾ വടിക്ക് വന്നിരിക്കണ്. ഇന്നേയും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നണം അവൻ്റെ ഗ്ലൂ ഇട്ടിക്കണ്. ഞാൻ ഐസി ബാക്കിൽ കൂടെ കയറി ചെന്ന് ഇപ്പോൾ നോക്കിയപ്പോൾ ഇവനെ ഇവിടെ കാണാനില്ല. അപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ ബാക്കിൽ നിൽക്കുന്ന കുട്ടി ഞാൻ ഒരു അടി അടിക്കാൻ നോക്കി പക്ഷേ കൊണ്ടില്ല. ഞങ്ങൾ വെറുതെ ഗ്ലൂ ഇട്ടു. ഒരടിയിൽ അവൻ്റെ